എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുടെ തൂക്കം കൂട്ടാൻ സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ മാതാപിതാക്കളെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് കുട്ടികളുടെ തൂക്കക്കുറവ്. പെട്ടെന്ന് തൂക്കം കൂട്ടാനുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ തേടി നടക്കുന്ന രക്ഷിതാക്കളോട് പറയാനുള്ളത് അത്തരത്തിലുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡും ഇല്ല എന്നതാണ്. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ വാങ്ങി കുട്ടികൾക്ക് കലക്കി കൊടുക്കുന്നതിലൂടെ അത് കുട്ടികളുടെ ശരീരത്തെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. 6 മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളുടെ തൂക്കത്തിൽ യാതൊരുവിധ ചേഞ്ചും വരാറില്ല, കാരണം അവർ നന്നായിട്ട് മുലപ്പാൽ കുടിക്കുന്നത് കാരണം. എന്നാൽ 1 വയസ്സിന് ശേഷമുള്ള കുട്ടികളുടെ വളർച്ചയിൽ തൂക്കത്തിൽ വളരെയേറെ കുറവ് അനുഭവപ്പെടുന്നത് കാണാറുണ്ട്. കാരണം അവർ ഓടാനും നടക്കാനും വിവിധ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും തുടങ്ങുന്നതിലൂടെ പൊതുവെ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും. സാധാരണ നമ്മൾ 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ചോറ്, കഞ്ഞൊക്കെയാണ് കൂടുതലായി കൊടുക്കാറ്. അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കുട്ടികളുടെ തൂക്കം കൂട്ടാൻ സഹായിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുട്ടികളുടെ തൂക്കം കൂട്ടാൻ സഹായിക്കുന്നത് പ്രധാനമായിട്ടും പ്രോട്ടീനും ഫാറ്റുമാണ്. ഇത് നല്ല അളവിൽ കുട്ടികൾക്ക് ലഭിച്ചാൽ ആവശ്യത്തിന് തൂക്കം വയ്ക്കുന്നതാണ്. പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ഫുഡ് ഐറ്റം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രധാനമായും നട്ട്സിലാണ് ഹൈ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇത് പ്രധാനമായും കുറച്ച് കോസ്റ്റ്ലിയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വാങ്ങി ഉപയോഗിക്കുക എന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സാധാരണ കടകളിൽ ലഭിക്കുന്ന നെൽക്കടല ഇല്ലെങ്കിൽ കപ്പലണ്ടി വാങ്ങിയിട്ട് വറുത്ത് പൊടിച്ച് വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് ഡെയിലി 1 സ്പൂൺ വീതം കൊടുക്കാം. അതായത് അവരുടെ കുറുക്കിലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലോ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ 1.5-2 വയസ്സായ കുട്ടികൾക്ക് കപ്പലണ്ടിയും ഒപ്പം ശർക്കരയും ജസ്റ്റ് ഒരു ബോൾസ് ആക്കിയിട്ട് അവർക്ക് ഒരു സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ മിഠായി എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കുട്ടികൾ കഴിക്കും. മധുരമൊക്കെ ആവുന്നേരം അവർക്ക് ഇഷ്ടാവും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഹൈലി പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് സോയാബീനാണ്. സോയാബീൻ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ പ്രായത്തിൽ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അതിൽ വിവിധ തരത്തിലുള്ള ഡിഷസ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പയറുവർഗ്ഗങ്ങളാണ്. അതായത് കടല, ചെറുപയർ, വൻപയർ, ഗ്രീൻ പീസ് എന്നിവ ചെറിയ തോതിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി നൽകാവുന്നതാണ്. അതായത് നമ്മൾ അവർക്ക് ഉണ്ടാക്കുന്ന സ്നാക്സിൽ, അതായത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കട്ട്ലേറ്റിൽ, അതുപോലെ സാൻഡ്വിച്ചിലൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് ജസ്റ്റ് ഗ്രീൻ പീസ് കട്ട്ലേറ്റിൽ ഒരു 2-3 മണിയൊക്കെ ചേർക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് അത് പേസ്റ്റ് ആക്കിയിട്ട് പൊട്ടറ്റോൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ സാൻഡ്വിച്ച് ആവുന്നേരം ജസ്റ്റ് ചെറുപയർ വേവിച്ചതൊക്കെ ഒരു ലെയറായിട്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ അത് അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട കാര്യമാണ് മുട്ടയും ചിക്കനും നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരേ മെനു തന്നെ കുട്ടികൾക്ക് ഫോളോ ചെയ്യാതിരിക്കുക. കാരണം അത് അവർക്ക് ഒരു തരത്തിലുള്ള മുഷിച്ചിലുണ്ടാക്കും. കാരണം ഡെയിലി ഒരേ സാധനം ഒരേ രീതിയിൽ കഴിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഫുഡ് ഐറ്റമൊക്കെ കഴിക്കുന്നതിലൂടെ ചില കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചില കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാവും, വയറ്റിന് പിടിക്കാത്ത അസുഖം വരും. അത് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ടതില്ല. അതായത് മോഷൻ കൺട്രോൾ അല്ലാതെ പോകുന്നൊക്കെ സിറ്റുവേഷൻ വരും. അത് നമ്മൾ ഒരു 3 ദിവസം നിർത്തിയിട്ട് പിന്നെയും ചെറിയ തോതിൽ അതിൻ്റെ അളവ് കൂട്ടിയിട്ട് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക. അത് പാടെ ഒഴിവാക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മുട്ടയിലുള്ള പ്രോട്ടീന് ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കും. അതായത് സ്കിന്നിന് ചൊറിഞ്ഞ് പൊന്തൽ, ഛർദി എന്നിവ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഡോക്ടറെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഒരു 3 മാസം ഈ രീതിയിലുള്ള മെനൂസ് ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫാക്റ്റിൻ്റെ കാര്യം മറന്നു പോകരുത്. അതായത് ഫാക്റ്റ് അടങ്ങിയിട്ടുള്ളത് പ്രധാനമായും വെളിച്ചെണ്ണ, അതേപോലെ നെയ്യ്, ബട്ടർ, ചീസ് എന്നിവയിലാണ്. നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സ്നാക്സിലൊക്കെ നല്ല ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഡെയിലി അവർക്ക് അവർ കഴിക്കുന്ന സ്നാക്സിൽ ചീസ് അതേപോലെ തന്നെ ബട്ടറൊക്കെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൽ ദോശയ്ക്കൊപ്പം നെയ്യ് ആഡ് ചെയ്യാം എന്നിവ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഫാറ്റും ലഭിക്കുന്നതാണ്. ഈ രീതിയിലുള്ള ഭക്ഷണക്രമം ഫോളോ ചെയ്യുക. നമ്മുടെ കുട്ടികളെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കട്ടെ. നമസ്കാരം.
കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നാം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത, നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.